ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങി ഇഡി. ഈ മാസം കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന ജയസൂര്യയുടെ പേരിലുള്ള 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ഇഡി നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. എസ് രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, താൻ വെറും ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു, തനിക്കതിൽ സാമ്പത്തികമായി നേട്ടമുണ്ടായില്ല എന്നൊക്കെ ജയസൂര്യ വിശദീകരിച്ചെങ്കിലും സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടിയിലേക്ക് പോയിരുന്നു. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇഡി എന്നാണല്ലോ റിപ്പോർട്ടുകൾ. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. ഏറെ വിവാദത്തിലായ ഒരു സംഭവമാണ് സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ്. ആ കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഈ മാസം തന്നെ മാർച്ച് 31 മുൻപായി ചാർജ് ഷീറ്റ് സമർപ്പിക്കും എന്നതാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന, അല്ലെങ്കിൽ അവർ വ്യക്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ജയസൂര്യ. ജയസൂര്യക്ക് ഈ തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥരിൽ നിന്നും ഒക്കെ തന്നെ പണം വന്നിട്ടുണ്ട്. അത് ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിലുള്ള പണമാണ്, അല്ലെങ്കിൽ അതിന്റെ കരാറിലുള്ള പണമാണെന്നായിരുന്നു ജയസൂര്യയുടെ വിശദീകരണം. പക്ഷേ അത് ഇഡി മുഖവിലേക്ക് എടുത്തിരുന്നില്ല. കാരണം അത്തരത്തിലുള്ള പണമാണെങ്കിൽ പോലും ഈ സെക്ഷൻ പ്രകാരം ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈമായി കണക്കാക്കി അത് കണ്ടുകെട്ടിയിരുന്നു. അപ്പോൾ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആരൊക്കെ പ്രതിപട്ടികയിലേക്ക് വരുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇഡി വൃത്തങ്ങൾ പറയുന്നത് സെക്ഷൻ 3 പ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയസൂര്യ പ്രതിയാകുമെന്ന വിവരം തന്നെയാണ് ഇഡി പങ്കുവയ്ക്കുന്നത്. സെക്ഷൻ 3 എന്ന് പറയുന്നത് നേരിട്ടോ അല്ലാതെയോ ഈ പറയുന്ന പ്രൊസീഡ്സ് ഓഫ് ക്രൈമുമായി ബന്ധപ്പെടുക എന്നതാണ് ആ സെക്ഷൻ 3 പറയുന്നത്. എന്തായാലും ഈ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ പോകുന്നു. ഇതിൽ മുഖ്യപ്രതിയായിട്ടുള്ള സാത്വിക് റഹീം ആയിരുന്നു. ആ സാത്വിക് റഹീമിന്റെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതാണ്. അതിന് ചുവട് പിടിച്ചാണ് ഇഡി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ഇതൊരു ഓൺലൈൻ ലേല ആപ്പാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വില കുറച്ച് വിൽപ്പന നടത്തും, അല്ലെങ്കിൽ ലേലം ചെയ്തെടുക്കാം എന്നതായിരുന്നു ഇതിന്റെ കാര്യമായി പറഞ്ഞിരുന്നത് ഉടമസ്ഥരും മറ്റുമൊക്കെ. അതോടൊപ്പം തന്നെ ഇതിൽ ഫ്രാഞ്ചൈസിയും മറ്റു കാര്യങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്താണ് വലിയ തോതിലുള്ള പണത്തട്ടിപ്പ് ഈ സാത്വിക് റഹീം ഉൾപ്പെടെ നടത്തിയത്. അങ്ങനെ കിട്ടിയ പണത്തിന്റെ ഒരു വിഹിതം താരത്തിന് ജയസൂര്യക്ക് പോയി. അത് ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിലാണെങ്കിൽ പോലും എന്നതാണ് ഇഡി അന്ന് കണ്ടെത്തിയിരുന്നത്. ആ കരാർ അടക്കം ഉണ്ടായിരുന്നു. എന്തായാലും ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ പോകുന്നു. അതിൽ പ്രതിപട്ടികയിൽ ആരൊക്കെ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സെക്ഷൻ 3 പ്രകാരം ഉണ്ടെങ്കിൽ ജയസൂര്യയും പ്രതിയായി വരും എന്നതാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന വിവരം. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.